നാളെ സുപ്രധാനമായ ഒരു ശിക്ഷാവിധി വരും. തിരുവല്ല കവിതാ കൊലക്കേസിൽ പ്രണയം നിരസിച്ചതിന്റെ പേരിൽ നടന്ന കൊലപാതകമാണിത്. പ്രതി അജിൻ കുറ്റക്കാരനാണെന്ന് കഴിഞ്ഞ ദിവസം കോടതി വിധിച്ചിരുന്നു. കൊലപാതകം നടന്ന് 6 വർഷം കഴിയുമ്പോഴാണ് ശിക്ഷാവിധി. അതിക്രൂരമായി കത്തികൊണ്ട് കുത്തിയ ശേഷം പെട്രോൾ ഒഴിച്ച് പ്രതി കവിതയെ കത്തിക്കുകയായിരുന്നു. 2019 മാർച്ച് 12 അന്നാണ് പ്രണയാഭ്യർത്ഥന നിരസിച്ചു എന്നതിന്റെ പേരിൽ 19കാരിയായ പെൺകുട്ടി ക്രൂരമായി ആക്രമിക്കപ്പെട്ടത്. കൊലപാതകം നടത്തിയ പ്രതിയായ അജിൻ റജി മാത്യുവും കൊല്ലപ്പെട്ട കവിതയും ഹയർ സെക്കൻഡറിയിൽ സഹപാഠികളായിരുന്നു. ഇരുവരും തമ്മിൽ പ്രണയത്തിലായിരുന്നുവെന്നും പുതിയ കോഴ്സ് പഠിക്കാൻ പോയപ്പോൾ തന്നെ ഒഴിവാക്കിയെന്നുമാണ് പ്രതിയുടെ മൊഴി. പെൺകുട്ടിക്ക് നേരെ അക്രമം നടക്കുന്നത് രാവിലെ 9:10 പ്രതി അജിൻ കവിത കയറിയ അതേ ബസ്സിൽ കയറി തിരുവല്ല ചിലങ്ക ജംഗ്ഷനിൽ ഇറങ്ങി. റേഡിയോളജി പഠിക്കാൻ പോകുന്ന സ്ഥാപനത്തിലേക്ക് നടന്നു പോവുകയായിരുന്ന പെൺകുട്ടിക്കൊപ്പം നടത്തത്തിൽ ഒപ്പം കൂടി. കവിതയുമായി വാക്കുതർക്കം ആരംഭിച്ചു. കൊടും ക്രൂരതയ്ക്കുള്ള എല്ലാ സന്നാഹവുമായാണ് അജിൻ വന്നത്. അതുകൊണ്ട് തന്നെ വാക്കുതർക്കം അക്രമത്തിലേക്ക് വഴിമാറാൻ അധികം സമയം വേണ്ടി വന്നില്ല. കയ്യിൽ കരുതിയിരുന്ന കത്തി കൊണ്ട് കവിതയെ കുത്തി. 3 കുപ്പി പെട്രോളാണ് ബാഗിൽ സൂക്ഷിച്ചിരുന്നത്. അത് ദേഹത്തെ കൊഴിച്ചു. ലൈറ്റർ കൊണ്ട് കത്തിച്ചു. ജീവന് വേണ്ടി പിടഞ്ഞ കവിതയെ കണ്ട് അജിന് ഒരു കൂസലും ഉണ്ടായില്ല. തീയുമായി 10 ചുവട് മുന്നിലേക്കോടിയ കവിതയെ നോക്കി നിന്നു. പുറകിലേക്ക് മറിഞ്ഞു വീണപ്പോൾ നാട്ടുകാരാണ് തീ വെള്ളമൊഴിച്ചു കെടുത്തിയത്. സമീപത്തു നിന്ന് അജിനെ നാട്ടുകാർ തന്നെയാണ് പിടികൂടിയത്. കവിതയ്ക്കൊപ്പം പ്രതി നടന്നു വരുന്നതും സംസാരിക്കുന്നതും കുത്തുന്നതും തീ കത്തിക്കുന്നതുമെല്ലാം CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായി. പ്രതിയുടെ കയ്യിലുണ്ടായിരുന്ന ബാഗിൽ നിന്ന് കത്തിയും ബിയർ കുപ്പിയും കയറും കണ്ടെടുത്തു. %70 പൊള്ളലേറ്റ കവിതയെ ആദ്യം തിരുവല്ലയിലെയും പിന്നീട് എറണാകുളത്തെയും സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. 8 ദിവസത്തെ ചികിത്സയിലും ഫലമുണ്ടായില്ല. പക്ഷേ ഇതിനിടയിൽ നിർണായകമായ മരണമൊഴി ലഭിച്ചു. പെട്രോൾ പമ്പിലെ CCTV ദൃശ്യങ്ങൾ കൂടിയായതോടെ പ്രതിക്ക് ഒരു തരത്തിലും രക്ഷപ്പെടാൻ കഴിയാതെയായി. ഈ കേസിൽ സാക്ഷിമൊഴികളുടെ അതുപോലെ തന്നെ CCTV ഫുട്ടേജ് ഉൾപ്പെടെയുള്ള സയന്റിഫിക് എവിഡൻസിൻ്റെയും മുഖവിലേക്ക് എടുത്തുകൊണ്ടാണ് കോടതി ഇന്ന് പ്രതിയെ കുറ്റക്കാരെന്ന് കണ്ടെത്തിയിട്ടുള്ളത്. കൊലപാതകം നടന്ന് 89ാം ദിവസം കുറ്റപത്രം സമർപ്പിച്ചു. തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ മനഃപൂർവ്വം നടത്തിയ കൊലപാതകമെന്നായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. തിരുവല്ല CI ആയിരുന്ന PR സന്തോഷിനായിരുന്നു അന്വേഷണ ചുമതല. 43 സാക്ഷികളെയും 93 രേഖകളും വിസ്തരിച്ചു. പരമാവധി ശിക്ഷ തൂക്കുകയറ് കൊടുക്കണമെന്നേ പറയുന്നത്. പക്ഷെ അതിന്റെ പ്രായം അനുസരിച്ചായിരിക്കും. നമ്മളിപ്പോ എന്താ പറഞ്ഞാൽ ഈ നാട്ടിൽ ഇങ്ങനെയൊക്കെയാ. കേസിൽ പ്രതി കുറ്റക്കാരനെന്ന് കഴിഞ്ഞ ദിവസം പത്തനംതിട്ട അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി വിധിച്ചു. തടഞ്ഞുവെക്കൽ, കൊലപാതകം എന്നിവ തെളിഞ്ഞതായും കോടതി കണ്ടെത്തി. പ്രണയബന്ധം കൊലപാതകത്തിലേക്ക് വഴിമാറിയ കൊടും ക്രൂരതയ്ക്ക് ശിക്ഷയെന്തെന്ന് നാളെ അറിയാം. പരമാവധി ശിക്ഷ വേണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.